നമുക്കിന്ന് മീൻ പൊള്ളിച്ചെടുത്താലോ? ശരിക്കും ഇങ്ങനെയാണ് മീൻ പൊള്ളിക്കുന്നതെന്നല്ല. എന്നാൽ ഞാൻ ഇങ്ങനെയാണ് മീൻ പൊള്ളിക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ച് സാധനവും മതി, നല്ല ടേസ്റ്റുമാണ് ട്ടോ. ഇതിനായിട്ട് പച്ചമുളക്, ചെറുള്ളി, തക്കാളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം ദാ ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുകുരാന്ന് അരിയണേ. മീൻ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ദാ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളൊന്ന് വറുക്കാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി ട്ടോ. മീൻ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളൊരു ചട്ടി വെച്ചു. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചു. പിന്നെ ഇതാ കറിവേപ്പില ഇട്ടു. പിന്നെ സവോളയും ഉള്ളിയും കൂടി ഇട്ടിട്ട് നമ്മൾ ശരിക്കും അതൊന്ന് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുത്തു. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഞാൻ കൈകൊണ്ടാണ് ട്ടോ ഇടാറ്. എനിക്ക് കൈയളവാണ് എനിക്ക് ശീലം. സ്പൂണും കൊണ്ട് ഉപ്പിട്ട് എനിക്കെന്തോ തൃപ്തിയാവത്തില്ല. അതാണ് സത്യം. ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സവോളയും ചെറുള്ളിയും ഒന്ന് വാടി വന്നിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്തു. ഇനി ഇതൊന്ന് വെന്ത് വരണം കേട്ടോ. ഇത് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാശ്മീരി ഇടുന്ന വീഡിയോ ഞാൻ ഫോൺ പിടിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ ഉണക്കാൻ മറന്നുപോയി. ഇത്രയും പൊടികളാട്ടോ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അത്രേ ഉള്ളൂ. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഫോണിൽ ഫ്ലാഷ് ഉണ്ടല്ലോ അത് തെളിയിച്ച് വീഡിയോ എടുക്കാമല്ലോ എന്ന് ഞാൻ ഓർത്തത് തന്നെ. പിന്നെ നമ്മുടെ മീൻ ദാ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഒരു മീൻ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ആ നടുക്ക് കിടക്കുന്ന മീൻ മാത്രമാട്ടോ നമ്മളിന്ന് പൊള്ളിക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മളിതാ വാഴയില പറിച്ചുകൊണ്ട് വന്ന് കഴുകി അതൊന്ന് വാട്ടി എണ്ണയും തടവി വെച്ചിരിക്കുന്നതാണ് ട്ടോ. അതിലേക്ക് നമ്മുടെ മസാല ആദ്യം ഇട്ടു. അതിലേക്ക് നമ്മൾ മീൻ വെച്ചു. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള മസാലയും കൂടി എടുത്തിട്ട് ആ മീനിനെ ഇങ്ങനെ പൊത്തി വെക്കണം. മീൻ കാണാത്തതുപോലെ നമ്മൾ മസാല കൊണ്ട് നിറയ്ക്കണം. എന്നിട്ട് വാഴയില ശരിക്കിനും നമ്മൾ മുറുക്കി കെട്ടിക്കൊടുക്കണം. 4 ഭാഗത്തുനിന്നും നന്നായിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കണം. ഞാൻ ഒരു വിധമൊക്കെ ഇതാ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വാഴയുടെ നാര് വെച്ച് തന്നെ കേട്ടോ ഞാൻ കെട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു പാൻ എടുത്തു. അതിലേക്ക് ഒരു വാഴയിലയും കൂടെ വെച്ചു. എന്നിട്ട് നമ്മൾ കെട്ടിയത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ഒരു മണ്ണിൻ്റെ അതിനെന്താ പറയുക, മൂടി വെച്ചിട്ട് ഞാനത് മൂടി വെച്ചു. അത് മൂടി കുറച്ച് നേരം ഞാനത് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ താഴത്തെ ഇല എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ 4 ഭാഗവും ശരിക്കും നന്നായിട്ട് ആവി കയറ്റിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഇതാ തുറക്കുന്ന ഭാഗമാണ് ഇത്. നല്ല ചൂടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ആവിയോട് കൂടി കാണിക്കണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പോയി ഒന്ന് പിടിച്ചതാണ്. എൻ്റെ കൈ പൊള്ളിപ്പോയി ഗൈസ്. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറയുകയാണെങ്കിൽ ആ ഒരു തക്കാളിയുടെ പുളിപ്പും പച്ചമുളകിൻ്റെ എരിവും പിന്നെ പോരാത്തതിന് നമ്മുടെ കുരുമുളകിൻ്റെ ടേസ്റ്റ്, പറയാതിരിക്കാൻ വയ്യ ഗൈസ്. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കിളിമീനാണ് കേട്ടോ. കിളിമീനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ കിളിമീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. എന്നാൽ ഞാൻ പോയി ചോറിനിട്ട് വരാം. ഓക്കെ ബൈ.